പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് വരുന്ന മറ്റ് പാർട്ടിക്കാരുടെ എണ്ണം വളരെയധികം കൂടുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെറും അണികളല്ല വരുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ വലിയ നേതാക്കന്മാർ വരെയാണ് BJPയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കുടുംബം ഒന്നാകെ BJPയിലേക്ക് വരുന്നു, അതും പാർട്ടി കുടുംബം ഒന്നാകെ BJPയിലേക്ക് വരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, അതും CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നാകെ BJPയിലേക്ക് വരുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പാർട്ടിയിൽ എന്തെങ്കിലും അസ്വസ്ഥത അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം അല്ലെങ്കിൽ ഏതൊരു തിരഞ്ഞെടുപ്പ് കാലവും ഇത് പാർട്ടി മാറാനുള്ള നല്ലൊരു സമയമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അത്തരത്തിൽ BJPയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്നത് ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്നുള്ളൊരു നറേറ്റീവ് പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ സമൂലമായി പടർന്നു പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ കൺവെൻഷനലായിട്ടുള്ള തിയറികളെല്ലാം പൊളിച്ചടുക്കി ആ ചങ്ങലക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ടാണ് മുസ്ലിം നേതാക്കളടക്കമുള്ളവർ BJPയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം CPM മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ ചേർന്നത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി. നന്ദിയോട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള ദീപ സുരേഷും കൂട്ടരുമാണ് BJPയിലേക്ക് വന്ന് ചേർന്നത്. സമീപകാലത്ത് പാർട്ടിയിലുണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അംഗീകരിക്കാൻ സാധിക്കാതെയാണ് ഇവർ BJPയിലേക്ക് വന്ന് ചേർന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വലത് നേതാക്കൾ ഒന്നടങ്കം ദേശീയതയിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ്. അമ്പലപ്പുഴയിൽ ശക്തമായിട്ടുള്ള മത്സരമാണ് ഇത്തവണ NDA കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം SDPIക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ളൊരു മണ്ഡലമാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. ഇവിടെ BJPയിലേക്ക് അടിയൊഴുക്ക് ശക്തമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇടതും വലതും മുന്നണികൾ ഉപേക്ഷിച്ച് BJPയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്ക് തുടരുകയാണ്. പുറക്കാട്, അമ്പലപ്പുഴ പഞ്ചായത്തുകളിൽ നിന്നാണ് ഇടതു വലതു മുന്നണികളിലെ നിരവധി നേതാക്കളിൽ BJPയിൽ അംഗത്വമെടുത്തത്. CPM നേതാവ് അഡ്വക്കേറ്റ് ശ്രീകുമാർ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് ആമയുടെ വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തെത്തിയതോടെ ശക്തമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. പ്രദേശത്തെ പൊതുസമ്മതനായിട്ടുള്ള നേതാവാണ് ശ്രീകുമാർ എന്ന് പറയുന്നത്. പുറക്കാട് പഞ്ചായത്തിൽ CPM തോട്ടപ്പള്ളി ഐമനൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വിജി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും BJP അംഗത്വം എടുത്ത് ഇതേ വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തെത്തിയതും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള നീക്കമാണ്. RSSന്റെ 100ാം ജന്മവാർഷികം പ്രമാണിച്ച് തോട്ടപ്പള്ളിയിൽ നടന്ന പദസഞ്ചലനത്തിന്റെ പൊതുപരിപാടിയിലും വിജി അധ്യക്ഷയായിരുന്നു എന്നുള്ളതാണ്. പഞ്ചായത്തിലെ 12ാം വാർഡിലും CPMന്റെ വനിതാ നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP അംഗത്വമെടുത്ത് ഇതേ വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തെത്തിയതും പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ CPM കുടുംബം ഒന്നടങ്കം BJPയിലെത്തി. കന്നിപ്പാടത്ത് കൈതപ്പറമ്പ് വീട്ടിൽ നിക്സണും കുടുംബവുമാണ് ദീർഘനാളത്തെ CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിലെത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഇവരെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി പൂന്തറ ശ്രീകുമാർ വീട്ടിലെത്തി BJP അംഗത്വം നൽകുകയും നിക്സന്റെ ഭാര്യ അനിതയെ ബ്ലോക്ക് പഞ്ചായത്ത് NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇരു മുന്നണികളിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളുമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് BJPയിലേക്ക് ഒഴുകി വരുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇത്. CPM നേതാവ് ശശികല BJPയിൽ ചേർന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും CPMന്റെ സജീവ പ്രവർത്തകയുമായിട്ടുള്ള ശശികല രഘുനാഥാണ് BJPയിൽ ചേർന്നത്. മാന്നാർ BJP മണ്ഡലം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വജസ്പതിയിൽ നിന്നാണ് BJP അംഗത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. CPMോ കോൺഗ്രസോ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇത്തവണ BJPയിലേക്ക് വലിയ ഒഴുക്ക് തുടരുകയാണ്. സാധാരണ CPM വിട്ടാൽ കോൺഗ്രസ് വിട്ടാൽ CPM അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊന്നും തന്നെ ഇവരുടെ ഓപ്ഷനുകളിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന മുന്നണി ശക്തമായി രംഗത്ത് വന്നതോടുകൂടി ഇവരിലേക്കുള്ള ഒഴുക്ക് ശക്തമായി മറ്റു പാർട്ടികളിൽ നിന്ന് തുടരുന്നത് ഈ പാർട്ടികളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും BJPയിലേക്ക് മാറിപ്പോയവരെ തോൽപ്പിക്കാനുള്ള സകല പദ്ധതികളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഭരണകക്ഷിയിലുള്ള CPM അടക്കമുള്ളവർ, പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ളവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ വന്ന പ്രവർത്തകരെ വിജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. വിജയം അനായാസമല്ലെങ്കിലും അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് BJPയുടെ പ്രവർത്തകരും. ഇനി ശേഷം ഗോദയിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.